guys, assalamu alaikum. Welcome to Aslam's Universe and we are in Namma Bangalore. കണ്ണും ചിമ്മിക്കാടും കനവാണി ബാംഗ്ലൂർ. അതെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. എന്താ പറയുക, ബാംഗ്ലൂരിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ തവണ ബാംഗ്ലൂർ വരുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അപ്പോൾ ക്ലൈമറ്റ് ചില്ലിങ് ആണ്, കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ബാംഗ്ലൂരിനെ പറ്റി പറയുമ്പോൾ. അല്ലെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വരുമ്പോൾ ആ ഒരു റീഫ്രഷ്മെൻ്റ് ഉണ്ടാവും. വീട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വരുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ സ്വന്തം വേറൊരു നാട്ടിലേക്ക് വരുന്ന മാതിരിയാണ് ബാംഗ്ലൂർ വരുമ്പോൾ. അപ്പോൾ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്, നൊസ്റ്റാൾജിക്കാണ്, ക്യൂരിയസ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ബാംഗ്ലൂർ ഡേയ്സ് ആണ്. 2-3 ദിവസം ബാംഗ്ലൂർ വരാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും വേറെ 2 കപ്പിൾസും ഉണ്ട് എൻ്റെ കൂടെ പ്രാവശ്യം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ HSRൽ ഒരു Airbnb എടുത്തേക്കാണ്, ഒരു 3 BHK അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആസ് യൂഷ്വൽ ബാംഗ്ലൂർ നൈറ്റ് ലൈഫാണ്. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിഞ്ഞ് റൂമിലിരിക്കുക, ഒരു ഫിലിമൊക്കെ കണ്ട് ജസ്റ്റ് ഫസ്റ്റ് ഇന്ന് രാവിലെ എത്തിയുള്ളൂ. നമ്മുടെ ക്ഷീണമൊക്കെ തീർത്തിട്ട് നമ്മൾ അവിടെ കിടക്കുകയാണ് നമ്മുടെ ബാംഗ്ലൂർ വൈബിലേക്ക്, നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ളൊരു ഫാമിലി ഉണ്ട്, കപ്പിള്. അപ്പോൾ അവൻ ഇപ്പോൾ വർക്കിങ്ങിലാണ്. അപ്പോൾ അവനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൈറ്റ് ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ നൈറ്റ് പരിപാടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓൺ ദ വേയിൽ നമ്മളിവിടെ ജോയിൻ ചെയ്യും വിത്ത് ദിസ് കാർ. നമ്മളിവിടെ നിന്ന് ക്യാബിന് അങ്ങോട്ട് പോകും. ട്രാഫിക്കിൻ്റെ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ന്യൂമാൻ, എന്താണ് പറയാനുള്ളത്? വി ആർ ബാക്ക് ടു ബാംഗ്ലൂർ. അതിനെക്കുറിച്ച് ആദ്യം എന്താണ് എനിക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇപ്പോൾ നമ്മളിതിന് മുന്നേ പലവട്ടം ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ബാംഗ്ലൂർക്ക് വരുന്നത്. എന്താണ് ആ ഒരു വ്യത്യാസം എങ്ങനെ താങ്കൾ കാണുന്നു? പണ്ട് വരുന്ന പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല. അതെന്താ എനിക്ക് ഫീൽ ചെയ്യാത്തത്? അതല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകത ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല. എൻജോയ് ചെയ്യാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ. എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഉണ്ടായോണ്ട് ആ ഒരു നൊസ്റ്റു കിട്ടാൻ വേണ്ടിയിട്ടല്ലോ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് ചെല്ലാം. പറയൂ, എന്താണ് എനിക്ക് പറയാനുള്ളത്? PG കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്, ബാക്ക് ടു മൈ ഫേവറേറ്റ് സിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ റെസ്റ്റോ ബാറിലെത്തിയേക്കാണ്. കുറച്ച് എക്സ്പെൻസീവാണ് ഫുഡ് കാര്യങ്ങളൊക്കെ, പക്ഷേ അതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ബാംഗ്ലൂർ നൈറ്റ് ലൈഫ്, ഇതൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ഇവിടെ ആൽക്കഹോളും ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തിൽ അതൊക്കെ എടുക്കുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളിവിടെ മെയിനായിട്ട് ഫുഡ് കഴിക്കുക, ഒരു എന്താ, ഏതായാലും വന്നു നമ്മൾ എക്സ്പെൻസീവായിട്ട് കഴിക്കുന്നു. അപ്പോൾ നല്ല വെറൈറ്റി സാധനങ്ങൾ, എപ്പോഴും കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കുക. അപ്പോൾ അത് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തന്നെ എക്സ്പെൻസീവാണ്, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. സ്റ്റാർട്ടർ എങ്ങനെ ഉണ്ട്? രസമുണ്ടോ? സ്റ്റാർട്ടർ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? ഇരിക്കുന്ന പ്രശ്നമില്ല, പക്ഷെ എനിക്ക് അവർ ആദ്യം ഒന്ന് സെറ്റപ്പ് ആക്കണം.
ഞാനുണ്ട് പിസ്സ ഇബ കഴിച്ചോക്ക് രസണ്ടാ സഫ നമ്മുടെ പാകിസ്ഥാനി ബ്രെഡാണ് അതുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് സ്മോക്കഡ് സാൻഡ്വിച്ച് അതോടൊപ്പം തന്നെ എന്താ പരിപാടി അറിയില്ല സലാഡ് പോകുന്നുണ്ട് പന്നീരൊക്കെ ഇട്ടിട്ട് കഴിച്ചോക്കെ കഴിച്ചതൊക്കെ ഒന്ന് തൊണ്ടയിൽ കൂടെ ഇറങ്ങട്ടെ എന്നിട്ട് കഴിക്കും ബാക്കി ചിക്കൻ സാൻഡ്വിച്ച് എങ്ങനെയുണ്ട് സ്മോക്കഡ് പൊളി സാധനം ഇന്നേക്കൊരു പിടി എല്ലാവരും വാങ്ങ പിസ്സയുടെ അത്ര ടേസ്റ്റ് ഇല്ല പക്ഷെ ഒരു പുളി ഉപ്പും കയറി നിൽക്കും ഗൈസ് ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നുണ്ട് സംഭവം എന്താ വെച്ചിങ്ങനെ ഇവന്റെ ടീമിന്റെ ഒരു ഇതാണുള്ളത് അതെ ഇവന്റെ ടീമിന്റെ ഡിന്നർ പാർട്ടി ഉണ്ട് അപ്പോൾ ടീമിന്റെ ഡിന്നർ പാർട്ടി ഞങ്ങളുടെ ഡിന്നർ പാർട്ടി അവൻ ഒരുമിച്ചാക്കിയിട്ടാണ് ഇവിടെ കൊടുന്നേക്കുന്നത് അതെ ആ നീയും പെടുന്നുണ്ട് അവരും പെടുന്നുണ്ട് ഓക്കെ നമ്മൾ അങ്ങോട്ട് അധികം എടുക്കുന്നില്ല ഫുൾ ഓഫ് ആൽക്കഹോൾ അപ്പോൾ പിന്നെ അത്രയും ആൽക്കഹോൾ കണ്ടന്റ് നമ്മുടെ വീഡിയോ ഒക്കെ താങ്ങില്ല അതുകൊണ്ട് നമ്മൾ കുറയ്ക്കുന്നു 1.5 മണിക്കൂറിന്റെ ട്രാഫിക് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് അടുത്താണ് അതായത് നമുക്കൊരു 6 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ളൂ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് പക്ഷെ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ട്രാഫിക്കിൽ തന്നെ നിന്നുണ്ട് ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് പോകുന്നത് MG റോഡ് ചർച്ച് സ്ട്രീറ്റ് ബ്രിഗേഡ് അവിടെയൊക്കെ തന്നെയാണ് പോകുന്നത് എല്ലാം തന്നെ അവിടേക്ക് തന്നെ പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടേക്ക് എത്തണമെങ്കിലും നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഫുഡ് അടി പരിപാടി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ പറഞ്ഞ പോലെ നല്ല ട്രാഫിക് ഉണ്ടാവും എയർപോർട്ട് റൈഡ് അടിക്കുന്ന നല്ല ഹൈവേ റൈഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ MG റോഡ് പോയിട്ട് പോകണം MG റോഡ് പോയിട്ട് പോവാം എനിക്കൊരു കണ്ടുണ്ടാവും ഓക്കെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് പറയണേ ആ ഓക്കെ എന്താണ് രൂപമാൻ അതിനെ പറ്റി പറയാനുള്ളത് ആ അതിന് മുന്നേ എനിക്ക് MG റോഡ് അടിക്കണ്ടേ ആ എനിക്ക് ന്യൂമാൻ ഇഷ്ടംപോലെ കഥകൾ പറയാണ്ട് അവിടെ ഇഷ്ടംപോലെ കഥകൾ പറയാനുണ്ട് ന്യൂമാൻ പറയൂ നമ്മളിപ്പോ എവിടെയാണുള്ളത് നമ്മളിപ്പോ ചർച്ച് സ്ട്രീറ്റ് ഈ ചർച്ച് സ്ട്രീറ്റിൽ നമുക്ക് കുറെ സ്റ്റോറീസ് പറയാനുണ്ട് പറയൂ ഓരോ സ്റ്റോറി പറയും ഞങ്ങൾ കുറെ പണിയെടുത്ത ഒരു ഏരിയ കൂടിയാണത് ഇന്നിപ്പോ ഇവിടെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തിരക്കില്ല ആ ഇപ്പൊ ഇന്ന് വീക്ക് ഡേ ആണല്ലോ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ കുറെ നമ്മൾ നോട്ടീസ് കൊടുക്കാനും അല്ലാണ്ട് മറ്റേ നമ്മുടെ RCB മറ്റേ CSK മാച്ചിന്റെ അന്ന് നമ്മള് ഫാമിലി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അങ്ങനെ കുറെ എന്താ പറയാ പാർട്ട് ടൈം പണിയെടുത്ത് നടന്ന ടൈമായിരുന്നു ഓർക്കുന്നു ഞാനും ന്യൂമാനും കൂടിയിട്ട് താങ്കൾക്ക് എന്താണ് പറയണത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങോട്ട് വന്നിരുന്നു ഞാൻ ഇതേ കണ്ണാട് വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അതെ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് വീണ്ടും നമ്മൾ വന്നേക്കാണ് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് അതെ இந்த വാട്ടി നമ്മൾക്ക് വന്നിട്ട് ഇപ്പൊ എന്താണ് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്താ പറയാ കളിപ്പാട്ടനെ പോലെ കൊണ്ട് നടക്കാൻ ഭാര്യമാരുണ്ട് അതെ കളിപ്പാട്ട് അതെന്താ അങ്ങനെ ഒരു ഉപമ കളിപ്പാട്ടം ചെറിയ പിള്ളേരെല്ലാം എന്താ ചെയ്യാ അവരെ കൂടെ കൊണ്ട് നടക്കും അതുപോലെ എന്താ ആ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട് ഗൈസ് അവര് ജ്വല്ലറി ഷോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇപ്പൊ അതായി അതിന്റെ പാടായി എന്താണ് ന്യൂമൺ അതിനെ പറ്റി പറയാനുള്ളത് നല്ല അഭിപ്രായം ഓക്കെ ജലീലിന്റെ സജഷൻ പ്രകാരം നമ്മള് ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ് അല്ലേ അതെ ഓണാക്കണ ആ അത് ചെയ്യും ആ ആ അത് ചെയ്യും
ഓക്കെ ഓക്കെ, നമ്മൾ ഈ യൂട്യൂബ് മാറ്റി നമുക്ക് ഇൻസ്റ്റാഗ്രാം ആക്കേണ്ടിയിരിക്കുന്നു. ഇതുണ്ട് Choco Nutella and pistachio kunapa. This choco Nutella is kunapa. എൻ്റർടൈൻമെൻറ്റ് സ്റ്റോർ ബാംഗ്ലൂർ. ആ ഷോപ്പിനായിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കണക്ഷനുണ്ട്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് ആ ഷോപ്പിൻ്റെ ഉള്ളതാണ്. മാർവൽ അല്ലെങ്കിൽ DC അല്ലെങ്കിൽ ആനിമി അങ്ങനെ എല്ലാത്തിൻ്റെ ഫങ്കോ പോപ്സും റിപ്ലിക്ക ഐറ്റംസും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ വഴി വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് വരുമ്പോൾ എന്തായാലും ആ ഷോപ്പിൽ കയറാണ്ട് പോകാറില്ല. അത് 9 മണി വരെയുള്ള ഷോപ്പ്. 9 മണിക്ക് മുന്നേ അതിലേക്ക് വരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു, എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഷോപ്പിനായിട്ട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിൽ ഇതാ RCBയുടെ എന്താണെന്ന് പറഞ്ഞത്? ആ ആണ് RCBയുടെ ഒഫീഷ്യൽ കഫേയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിനുള്ളിൽ RCBയുടെ കഫേ. ആ ഇതാണ് ഗൈസ് നമ്മുടെ ഹാർഡ് റോക്ക് കഫേ. ഇവിടെയാണ് നമ്മൾ മറ്റേ പടം ഷൂട്ട് ചെയ്തത്. ബാക്കി BGM പറയും. അതെ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ലോക സിനിമത്തെ 2-3 പോർഷൻസും ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്ത കഫേ. അപ്പോൾ ഗൈസ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ തെറിക്കുകയാണ്. കാരണം ഇവിടെ തിരക്കോ റഷൊന്നുമില്ല, വീക്കെൻഡ് അല്ലാത്ത കാരണം ഒരു വൈബില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തെറിക്കുക. മോനെ നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോണത്? ചായ ഉണ്ടാക്കുന്ന സാധനം മേടിക്കാൻ. ചായ ഉണ്ടാക്കാൻ മേടിക്കാനല്ലേ? ഉണ്ടാക്കാനുള്ള ചായപ്പൊടി പഞ്ചസാര ഒക്കെ വാങ്ങിയിട്ട് ചായ ഉണ്ടാക്കാൻ പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തു. പക്ഷെ ചായ ഉണ്ടാക്കണമെന്ന് ന്യൂമാൻ ഒരേ നിർബന്ധം അല്ലേ? ചായ കുടിക്കുമ്പോൾ അത് രാവിലെ ഉണ്ടാക്കി കുടിക്കണം എന്ന് പറഞ്ഞ് ന്യൂമാൻ്റെ വൈഫ് അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ്, കാസർഗോഡ് സ്പെഷ്യൽ ചായ അതുണ്ടാക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ അതും അടിക്കാൻ പോവാണ്. ചായപ്പൊടിയും പഞ്ചസാരയും പാലും മേടിക്കാൻ പോവാണ്. ഇന്നലെ ഞങ്ങൾ എത്തുമ്പോൾ 4:30 പുലർച്ചെ 4:30. നമ്മൾ എയർപോർട്ട് റോഡും അതും ഇതൊക്കെ കറങ്ങി തിരിച്ച് വന്ന് 4:30 കിടക്കുമ്പോൾ 5 മണിയായി. അങ്ങനെ ഇപ്പോൾ നീച്ചൊക്കെയാണ് വീണ്ടും. സമയം 11 മണി ആയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ 11 മണിക്കാണ് നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ പോണത്. ഇത് എപ്പോഴും നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇതൊന്നും ചായയും ഇതും മേടിക്കാൻ വന്നാൽ ഞങ്ങളിത് കഴിക്കുന്നത്. ഇതൊക്കെ ഇവരെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ആ പാലിൻ്റെ ഇതുണ്ട്. ഇത് ഇതാണ് കുറച്ചും ബെറ്റർ. അധികം മധുരമൊന്നുമില്ല, എന്നാലും സെറ്റാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ ചായ ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു, കഴിച്ചു, ഒരു പടം കണ്ടു.
പിന്നെ അതൊക്കെ തന്നെ. മോർണിംഗ് നമുക്ക് അത്യാവശ്യം വലിയ കാര്യപ്പെട്ട ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. റൂമിൽ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നൈറ്റാണ് നമ്മൾ ഇറങ്ങുന്നത്. നൈറ്റ് ഒരു ഈവനിങ് 6 കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. പിന്നെയാണ് ഓണാവുക. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളും ഏകദേശം മടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാഫിക്ക് ഇരുന്നിട്ട് ഒരു മണിക്കൂറൊക്കെയാണ് ട്രാഫിക്ക് നമ്മൾ ഇരിക്കേണ്ടി വരുന്നത് മിനിമം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോഴത്തേനും നമ്മൾ ഒരുവിധമാവും. അപ്പോൾ എന്നാലും നമുക്ക് നമ്മൾ പോയിരുന്ന ഏരിയാസിൽ അവർ കൊണ്ടുപോവുക, പിന്നെ അവിടുത്തെ സ്റ്റോറീസ് പറയുക, അതൊക്കെ നല്ല ഒരു എന്താ പറയുക മൊമെൻറ്റ്സ് ആയിരുന്നു. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ ഈ പണിക്ക് പോയിരുന്നു. പിന്നെന്താ, ബാംഗ്ലൂർ ഇപ്പോഴും തണുപ്പാണ്. രാത്രിയൊക്കെ ഒരു 60 to 70 ഡിഗ്രിയാണ് തണുപ്പൊക്കെ ഉള്ളത്. ഇപ്പോഴും പുറത്ത് വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാംഗ്ലൂർ ഈസ് ഓൾവേസ് ചില്ലിങ്. അങ്ങനെ ഇനിയിപ്പോൾ രാത്രി പരിപാടി നന്ദി പോകണമെന്നുണ്ട്. ഇവരൊക്കെ നന്ദി കൊണ്ട് പോകണമെന്നുണ്ട്. ഇപ്പോൾ നല്ല ടൈമാണ് നന്ദി പോകുള്ളത്. അപ്പോൾ പുലർച്ചെ പോകണമെന്നുണ്ട്. നാളെ ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് ബാംഗ്ലൂർ വിടും ഈവനിങ്ങോട് കൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടീസ്. ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്. എല്ലാം എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തിരുന്നാലും കാണാം. ആക്ച്വലി ഇങ്ങനത്തെ ഒരു പരിപാടി നൈസ് പരിപാടി കേട്ടോ. ഒരു സ്വന്തം വീട് എടുത്തിട്ട് ഒരു 3 BHK വീട് എടുത്തിട്ട് ഇങ്ങനെ Airbnb ചീപ്പുമാണ്. നമുക്കൊരു 3 നൈറ്റിന് അത്രേ പൈസ തരുന്നുള്ളൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടിയും കുറയും. പുറത്ത് നമ്മളിപ്പോൾ ഒരു ഓയോ അല്ലെങ്കിൽ വേറെ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർ നൈറ്റ് ഇത്ര എമൗണ്ട് ഉണ്ട് പെർ നൈറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ആക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പെർ നൈറ്റ് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ ഒരു 3 ദിവസം കൊണ്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ഏരിയയാണ്, റെസിഡൻഷ്യൽ ഏരിയയാണ്. നല്ല ക്ലീൻ റൂംസാണ്. 3 റൂമും വാഷ്റൂംസും ഒക്കെ നല്ല ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഒക്കെ നല്ല സെറ്റപ്പുള്ളതാണ്. കിച്ചൺ പിന്നെ മാത്രമല്ല പാത്രവും മറ്റേ ഗ്ലാസും എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. ഇത് നല്ലൊരു പരിപാടിയാണ് ഈ Airbnb എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി നൈറ്റ് വീണ്ടും ഇറങ്ങും. അപ്പോൾ നൈറ്റ് കാഴ്ചകൾ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഫോറം സൗത്ത് ബാംഗ്ലൂർ. ഇവിടെ കുറേ ഫോറമാളുണ്ട്. സൗത്ത് ബാംഗ്ലൂർ. സ്ഥലത്തിൻ്റെ പേര് എന്താ? കൊട്ടാരം അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോൾ അവിടെ വന്നിക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതായിരിക്കും. എൻ്റെ ഇടയിൽ അതൊന്നും ചെയ്തു. 100 രൂപയ്ക്ക് 5 മിനിറ്റ് കുഴപ്പമില്ല ഗൈസ്, വർത്താണ്. അത്യാവശ്യം മസാജൊക്കെ ചെയ്യുന്നുണ്ട്. കാലൊക്കെ പിടിച്ച് വരിക്കണമാതിരി. എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കാം 100 രൂപ. എന്താണ് നമ്മുടെ പരിപാടി? മാർത്താള്ളി പോകുന്നു. ബാക്ക് ടു അവർ മാർത്താള്ളി. നമ്മളെ വിട്ട് പോകണില്ലല്ലോ അല്ലേ? ുമാനെ നമ്മുടെ മാർത്താള്ളിയിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മാർത്താള്ളിയിൽ ഇങ്ങനൊരു സംഭവം വെരി ഹ്യൂജ് ഗൈസ്. ഇത് റെസ്റ്റോ ബാറാണ് സംഭവം. പക്ഷേ എന്താ പറയാ, വേറെ ലെവല് സ്ഥലം. നമ്മൾ ഒരു 6 പേർക്കുള്ള ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, പോവുക. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാനോ ഒന്നുമില്ല. ഇവിടെ കുറേ പേര് ഡേറ്റിങ്ങിന് വരുന്നവരുണ്ട്, കുറേ പേര് പാർട്ടിക്ക് വരുന്നവരുണ്ട്. കമ്പനി പാർട്ടി, കോർപ്പറേറ്റ് പാർട്ടി, അങ്ങനെ കുറേ ഇവൻറ്റ്സ്. പിന്നെ ജസ്റ്റ് ബിയർ അടിക്കാൻ മാത്രം വരുന്നവരുണ്ട്. എന്തായാലും പൊളി. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നവരാ. നുമാൻ പറയൂ ഈ ഒരു വൈബ് പ്ലേസിനെ പറ്റിയിട്ട്. പൊളി. ജലീലിന് എന്താ പറയാനുള്ളത്? ജലീലിനെ കുറിച്ച് ആധികാരികമായിട്ട് കൂടുതൽ പറയാനുണ്ടാവും. ഇതാണ് നമ്മുടെ ട്രോപ്പിക്ക. ഇത് വന്നിട്ട് ഇപ്പോൾ എന്താ പറയാ, ഒരു മാസം ആയിട്ടുള്ളൂ. മാറത്തള്ളിന്റെ ഒരു സംഭവം. മാർത്താള്ളിയുടെ മുഖച്ചായ തന്നെ മാറ്റിയില്ലേ? അതെ. ഇത് മാത്രല്ല, ഇതുപോലത്തെ 2-3 എണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത വരവിലാക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് 3 ആൾക്കും? അതെ അതെ
അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ മേടിച്ച പോലെ എല്ലാതും മേടിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ടേഴ്സും കുറച്ച് ഡ്രിങ്ക്സും മേടിച്ച് ഈ ഒരു ആംബിയൻസും കൂടി എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയായിരിക്കും. പിന്നെ വിശക്കുന്നതിനനുസരിച്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. ഗൈസ് നമ്മളിപ്പോ എവിടെയാണ്? ഒരു ഉത്സാഹോട് പറയും ഗൈസ്, എവിടെയാണ് നമ്മള്? അതെ, ഒന്നുമില്ലെങ്കിൽ നന്നായി ഫുഡ് കഴിച്ചു തന്നല്ലേ നമ്മളിപ്പോ നന്ദി ഹിൽസാണ് ഗൈസ്. അപ്പോ നല്ല തണുപ്പുണ്ട്, പക്ഷെ പറഞ്ഞ രീതിക്കുള്ള കോടൊന്നുമില്ല. കോടുണ്ട് അവിടെ ഇങ്ങനെ വരുന്നുണ്ട്, കാറ്റടിച്ചേക്ക് നമ്മൾ ബാംഗ്ലൂർ. അതെ, അതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിടുന്നതായിരിക്കും. നമ്മൾ ലാസ്റ്റ് വന്നത് 2021 5 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നന്ദി ഹിൽസിലെ സെയിം സ്പോട്ടിൽ നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു ഉമ്മാൻ? വ്യത്യാസം എന്നുള്ളത് അന്ന് നല്ല കോടുണ്ടായിരുന്നു അല്ലേ, നല്ല മഞ്ഞുണ്ടായിരുന്നു അന്ന്. നമുക്ക് ഈ കാണുന്ന എന്താ പറയാ ഇതൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അത്രയ്ക്ക്. നമ്മൾ 10 മണിക്ക് വന്നു. അന്ന് നമ്മൾ 10 മണിക്ക് വന്ന് 10:41 നമ്മൾ വന്ന്. ഇന്ന് രാവിലെ 8 മണിക്ക് വന്നിട്ട് ആ കോടല്ല, 10:40 വന്നിട്ട് നല്ല കോടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും. അങ്ങനെ അത്ര കോടയായിരുന്നു അന്ന്. ഞാൻ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്ര നമുക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ റീൽസ് വരുന്നത്. 6 വർഷമായി. 6 വർഷമായി. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നത്, പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനുള്ള മൂടൊന്നുമില്ല. പണ്ട് പോയിട്ട് വന്നോണ്ട് ഓൾഡ് നെസ്റ്റാൾജിയ ഫീലിംഗ് വന്നത്. അതാണ് ഞാനിപ്പോൾ അത് എൻ്റെ 6ാമത്തെ വട്ടമാണ് നന്ദിഹിൽസിൽ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ബസ് കയറി വരുന്നത്. അതുവരൊക്കെ നടന്നിട്ടാണ് വന്നിരുന്നത്. അതെ, നമ്മൾ പൈസ കൊടുത്ത് പൈസ ഒന്നും നോക്കില്ല, ബസ്സൊക്കെ കയറി വന്നു. അവിടെ വരുന്നുണ്ട് ഗൈസ്, കാറ്റടിച്ചിട്ട് വരുന്നുണ്ട്. കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹീലിയോ ബിസിനസ് പാർക്കിലാണ്. ഇവിടെയാണ് ജലീൽ വർക്ക് ചെയ്യുന്നത്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ബിൽഡിങ്ങാണ്. കുറേ കമ്പനീസ് ഈ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക ഹാളിൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ വന്നൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആക്ച്വലി ചെക്കൗട്ട് ചെയ്തു. നന്ദി ഹിൽസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ടൈം അതായത് ഈ ട്രാഫിക് ഭയങ്കര സീനാണ്. നമുക്ക് എവിടെയും നമ്മൾ വിചാരിച്ച ടൈമിൽ എത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ 4 കിലോമീറ്റർ ഉള്ളതിനൊക്കെയാണ് 25 മിനിറ്റ് റണ്ണിങ് ടൈം കാണിക്കുന്നത്. അപ്പോൾ അത് വല്ലാണ്ട് നമ്മളെ കുറച്ച് ബാക്ക് വലിക്കുന്നുണ്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടും പ്ലാൻ ഉണ്ടായിരുന്നതാണ് പല വഴിക്ക് പോയിട്ട് തിരിച്ചൊരു പോയിന്റിൽ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇഷ്യൂ ടൈം ഭയങ്കര കൺസ്യൂമിങ് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ മാർത്തഹള്ളി തിരിച്ചു പോയിട്ട് നമ്മൾ ഓരോരുത്തർ ഓരോ ബസ്സിൽ പോകാമെന്നാണ്. ഇപ്പോൾ എൻ്റെ ഒരു അവർ ഒരു കപ്പിള് കണ്ണൂർ, മറ്റേ കപ്പിള് കാസർഗോഡ്, ഞാൻ തൃശ്ശൂർ. അപ്പോൾ 3 വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബസ് ടൈമിങ്ങാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ബാംഗ്ലൂർ നൈറ്റ്സ്? അടിപൊളിയായിരുന്നു. അത്രക്ക് അടിപൊളിയാ? എൻജോയ് ചെയ്താ? എങ്ങനെയുണ്ടായിരുന്നു ന്യൂമാൻ നിന്റെ ബാംഗ്ലൂർ നൈറ്റ്സ്? സൂപ്പർ. എന്തെങ്കിലും ഇത് പറയണ്ട? പറയാനൊന്നുമില്ല, നല്ല സൂപ്പറായിരുന്നു. അതെ. ട്രാഫിക്കോ? ട്രാഫിക് വളരെ നല്ല. നമ്മൾ അധിക ടൈമും കാറിൽ തന്നെയാണ്. അതെ അല്ലേ, അടിപൊളി. അതെ, ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടാ? ഫസ്റ്റ് ടൈം അല്ലേ ബാംഗ്ലൂര്? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ബാംഗ്ലൂർ നൈറ്റ്സിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അധികം വലിച്ചു നിന്നിട്ടുണ്ട്, അധികം ലാഗ് ആക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ പുറത്തത്തെ പോർഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാഞ്ഞത്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എടുത്ത് പറഞ്ഞ പോലെ ഭയങ്കര ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴും ചുറ്റും കാറുകളും ഇതും മാത്രമാണ്. അപ്പോൾ എപ്പോഴും അതൊരു സുഖമായിട്ട് തോന്നില്ല, കാണാനും രസമായിട്ട് തോന്നില്ല. അപ്പോൾ നല്ല മൊമെൻറ്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്യുക, കൂടുതൽ എൻഗേജിങ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്.
കൂടുതൽ ടോക്റ്റീവ് ഐറ്റംസ് മാത്രം എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അത്രയും ലാഗാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഈ ബാംഗ്ലൂരിനെ പറ്റിയിട്ട് തന്നെ ഞാൻ 2-3 വീഡിയോസ് ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളെടുത്തിട്ടും മുന്നേ എക്സ്പ്ലോർ ചെയ്തതും എല്ലാം, എല്ലായിടത്തേക്ക് പോയതും എല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പോയി നോക്കുക. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും, ഇനിയും പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നതായിരിക്കും, ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ